വിശ്വാസവും അന്ധവിശ്വാസവുമുണ്ട്. അപ്പം അന്ധവിശ്വാസത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തരാകണമെന്ന് CPM-ൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറയുന്നു. മറ്റു പല മന്ത്രിമാരും ഇത്തരം കാര്യങ്ങൾ പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്. സത്യത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനായി ഈ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് CPM ഒരു ഒളി അജണ്ട നടപ്പാക്കുകയാണ്. അത് CPM-ൻ്റെ ഒളി അജണ്ടയല്ല, CPM-ൻ്റെ പ്രത്യക്ഷ അജണ്ട തന്നെ അത് തന്നെയാണ്. അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹൈന്ദവ ആചാരങ്ങളിലൂടെ ജീർണിച്ചിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. ആ ജീർണാവസ്ഥയിൽ നിന്ന് ആ സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവന്ന സംഗതിയാണ്, ആ മുഹൂർത്തമാണ് ഇവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനം കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണല്ലോ ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരു അരിപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന സാധനം. അപ്പോൾ ഏത് ജൈവ സംസ്കാരങ്ങളും ജീർണതയ്ക്ക് വിധേയമാവും. അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. അപ്പോൾ പിന്നെ അവിടെ ആ ഒരു നവീകരണമാണ് അവിടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് നവോത്ഥാനമായി മാറുന്ന സാധനം. കേരളത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഇന്ന് ഏതാണ്? സിനു എന്താണ് കാണുന്നത്? ഏറ്റവും വലിയ അന്ധവിശ്വാസമായിട്ട് കാണുന്നത് എന്തിനാണ്? അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ വിശ്വാസം മറ്റൊരാൾക്ക് അന്ധവിശ്വാസമാകാം, മറ്റൊരാളുടെ അന്ധവിശ്വാസം എൻ്റെ വിശ്വാസമാകാം. അങ്ങനെ സംഭവിക്കാം. പക്ഷേ എങ്കിലും ഒരു വിശ്വാസത്തിൽ മുമ്പോട്ട് പോയി ഒരു ജനതയെ പതിറ്റാണ്ടുകളായിട്ട് അധമബോധത്തിൻ്റെയും ദാരിദ്ര്യബോധത്തിൻ്റെയും അക്രമത്തിൻ്റെയും ഒക്കെ അവസ്ഥയിലേക്ക് ആക്കിയ ഒരു അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസം അല്ലേ? അതെ അല്ലേ? എത്ര ഉദാഹരണത്തിന് നരബലി, ഇവിടെ ബലികളുടെ പേരിൽ മറ്റേ അന്ധവിശ്വാസത്തിന് ഒരു പല ബലി നടക്കുന്നുണ്ട്. ഏറി വന്നു കഴിഞ്ഞാൽ 10-50 വർഷത്തിനിടയ്ക്ക് 5-6 പേര് മരിച്ചിട്ടുണ്ടാവും. അതെ അല്ലേ? അതെ. ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, കമ്മ്യൂണിസ്റ്റിൻ്റെ പേരിൽ എത്ര പേര്, CPM-കാരും BJP-കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും തമ്മിൽ ഏറ്റുമുട്ടൽ എത്ര പേര് മരിച്ചിട്ടുണ്ടോ? 1 വെട്ട് മുതൽ 51 വെട്ട് വരെ 51 വെട്ട് വരെ വെട്ടിക്കൊണ്ട് കൊല്ലുന്നില്ലേ? അതെ, അവിടെ പോലും അന്ധവിശ്വാസമല്ലേ? വേണമെങ്കിൽ 1 വെട്ടുകൊണ്ട് വെട്ടിക്കൊല്ലാവുന്നതേ ഉള്ളൂ. അതെ അല്ലേ? അപ്പം ഏറ്റവും വലിയ അന്ധവിശ്വാസം ഇതാണ്. പിന്നെ ഇവിടുത്തെ ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇവിടെ ഈ കേരള ശാസ്ത്ര കോൺഗ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ എത്രാമത്തെ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ഓരോ പ്രസംഗത്തിലും അദ്ദേഹം ഫോക്കസ് ചെയ്ത സംഗതി ഈ സംഗതിയാണ്. ഏതാ? അന്ധവിശ്വാസത്തിൻ്റെ മേൽ ശാസ്ത്രത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കണം. അപ്പോൾ ഇതിനകത്ത് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് 200 കോടി റുപ്യ ചെലവഴിച്ച് 10 സർവകലാശാലകളിൽ ട്രാൻസ്ലേഷണൽ ലാബുകൾ സ്ഥാപിക്കും. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസത്തെ മാറ്റി ശാസ്ത്രത്തെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഒന്നാലോചിച്ച് നോക്കണം. സ്വാഭാവികമായിട്ടും ഒരു ഭരണാധികാരി, നമ്മളൊരു ഔന്നത്യത്തിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ, പ്ലേറ്റോയുടെ ഭാഷയൊക്കെ പറഞ്ഞാൽ ഫിലോസഫർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് ഫിലോസഫറൊന്നും ആവണ്ട, സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർ മതി. അപ്പോൾ ഈ സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട സംഗതി, ആദ്യം ഒരു വ്യക്തത ഏത് വിഷയത്തിൽ ആവശ്യമുണ്ട്. എന്താണ് ശാസ്ത്രം, എന്താണ് സാങ്കേതികത? ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യക്തത വേണം. ഇപ്പം പിണറായി വിജയൻ്റെ മുമ്പിലെ ശാസ്ത്രം എന്താണ്? ശാസ്ത്രം എന്ന് പറയുന്നത് ആത്യന്തികമായ സത്യമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് അത് രണ്ടില്ല, മാറത്തില്ല. മറിച്ച് സാങ്കേതികത മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ പലപ്പോഴും ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ ലോകത്തിലുള്ള മാറ്റങ്ങളിലൊക്കെ വന്നതിന് ശേഷം ഈ സാങ്കേതികതയെ പലപ്പോഴും നമ്മൾ ശാസ്ത്രമായിട്ട് തെറ്റിദ്ധരിക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ നമ്മുടെ ഒരു രോഗനിർണയത്തിനൊരു സംഗതി വരുന്നു. അതിനെ നമ്മൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് കണ്ടെത്തുന്നു. അപ്പോൾ അതിനെ നമ്മൾ ശാസ്ത്രമായിട്ട് കാണുന്നില്ല. മറിച്ച് ഒരു ആയുർവേദ ഭിഷക്വരൻ രോഗിയുടെ ലക്ഷണം കണ്ടും നാടി നോക്കിയും മറ്റുമൊക്കെ ഒരു രോഗത്തെ നിർണ്ണയിക്കുമ്പോൾ അതിന് എന്താ പറയുക, അന്ധവിശ്വാസമെന്നോ അതല്ലെങ്കിൽ അത് അശാസ്ത്രീയമെന്നോ നിർണ്ണയിക്കുന്നു. അപ്പോൾ ഈ സാങ്കേതികതയെ ശാസ്ത്രമായിട്ട് കണ്ടുപോകുന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അപ്പം ആദ്യം വേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്കുണ്ടാകും. ശാസ്ത്രം എന്ന് പറയുന്ന സാധനം ഒരു ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി ഒരു ലബോറട്ടറിയിൽ വ്യക്തമാവുന്ന സംഗതിയല്ല. മറിച്ച് ഒരു വ്യക്തിയുടെ ബോധ്യത്തിൽ കൃത്യമായി തെളിയുന്നൊരു സംഗതിയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ന്യൂട്ടൺ ഈ ആപ്പിളൊന്നും തലയിൽ വീണു അല്ലേ? അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലാണത് തെളിഞ്ഞത് സാധനം. അതേപോലെ ഓരോ തെളിച്ചങ്ങളാണ് സാധനം. അതേപോലെ ആത്യന്തികമായി ഈ പറഞ്ഞതുപോലെ മാറ്ററിൻ്റെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ ഏറ്റവും അവസാന കണിക എന്താണെന്നും ആ കണിക കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നും ഒക്കെ അറിയുന്ന ഒരവസ്ഥയാണ് ശരിക്കും അത് ശാസ്ത്രമായിട്ട് മാറുന്ന സാധനം.
ആ ശാസ്ത്രത്തിൻ്റെ അറിവിൽ നിന്നുകൊണ്ട് സാങ്കേതികത ഉപയോഗിക്കുമ്പോഴാണ് മനുഷ്യൻ സാങ്കേതികത ഉപയോഗിക്കുന്നത്. അവിടെയാണത് ക്രിയേറ്റീവ് ആവുന്നത്. അതല്ലെങ്കിൽ സാങ്കേതികത മനുഷ്യൻ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഒരു 50-60 വർഷം കൊണ്ട് സാങ്കേതികമായി ഉണ്ടായ നേട്ടത്തിൻ്റെ പേരിൽ ശാസ്ത്രമാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നമ്മളതിനെല്ലാവരും സ്വീകരിക്കുകയും ഒരു 50 വർഷം കൊണ്ട് ഭൂമി ഒട്ടേറെ ജീവജാലങ്ങളും ജന്തുക്കളും നശിച്ചു. ഇപ്പം മനുഷ്യന് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തി. ക്ലൈമറ്റ് പ്രശ്നങ്ങൾ നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി. അവിടെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സാങ്കേതികതയെ പ്രയോഗിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഈ സാങ്കേതികതയും ശാസ്ത്രവും രണ്ടും രണ്ടാണ്. ശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുള്ള ചിന്ത വരും അല്ലേ? മനുഷ്യൻ്റെ സുഖത്തിന് വേണ്ടി, അവൻ്റെ ജീവിതത്തിൽ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണോ, അവൻ്റെ സുഖം ഈ സാങ്കേതികത ഉപയോഗിക്കുന്നത് കൊണ്ട് നശിച്ചു പോകുമോ എന്നുള്ള ചിന്ത അവിടെ വരാൻ ബാധ്യസ്ഥമാണ്. ഇന്ന രീതിയിൽ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് കഴിക്കുന്നവരുടെ ആരോഗ്യത്തിന് ഹാനികരമാകുമോ ഇല്ലയോ എന്നുള്ള ചിന്ത ശാസ്ത്രബോധത്തിൽ സാങ്കേതികത്വം ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ മനസ്സിലുണ്ടാവും. മറിച്ച് പരമാവധി മാർക്കറ്റിലൂടെ ഇന്ന സംഗതി ഉപയോഗിച്ച് ഇന്ന കൃഷി വർദ്ധിപ്പിച്ച് ഇത്ര ലാഭം ഉണ്ടാക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് സാങ്കേതികതയെ നമ്മൾ ശാസ്ത്രമായിട്ട് കാണുമ്പോഴുള്ള പ്രശ്നം വരുന്നത് അവിടെ ഈ പറഞ്ഞതുപോലെ പല വിപണികളും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മളിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ അതാണ്. അപ്പോൾ ഇവിടെ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ശാസ്ത്രം, എന്താണ് സാങ്കേതികത, ഇത് ചോദിക്കാനുള്ളൊരു മാധ്യമപ്രവർത്തകനും ഇന്ന് നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് സംഗതി. അങ്ങ് എന്താണ് ശാസ്ത്രം കൊണ്ട് ഉപയോഗിക്കുന്നത്, അങ്ങ് എന്താണ് ശാസ്ത്രീയത കൊണ്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സാങ്കേതികത കൊണ്ട് ഉപയോഗിക്കുന്നത് ഒന്ന് വ്യക്തമാക്കാമോ? എന്താണ് ട്രാൻസ്ലേഷണൽ ലാബ്, എന്താണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രശ്നം. അല്ല, അത് ഇപ്പം AN ഷംസീറിനെ പോലെയുള്ളവർ എന്താണ് ഗണപതി എന്നും ഗണപതിയുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അന്ന് ഒരു കൂട്ടം ആളുകൾ ചോദിച്ചു, തിരിച്ച് നിങ്ങൾ ക്രൈസ്തവ മതത്തിലെയോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലെയോ ഒരു ദൈവവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു പരാമർശം നടത്തുന്നത്. അപ്പോൾ ആ പരാമർശത്തിൻ്റെ പിന്നിൽ ഞാൻ അതാ ചോദിച്ചു, ചില ഒളി അജണ്ടകളും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മതം എന്താണെന്ന് അറിയില്ല. മതം എന്ന് പറയുന്നത് ഇപ്പം പിന്നെ പാശ്ചാത്യ ലോകത്തുള്ള ശാസ്ത്രജ്ഞർക്ക് പോലും മതം എന്ന് പറയുന്നതും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഉദ്ദേശിച്ചിരിക്കുന്ന മതവും ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? മറിച്ച് കിഴക്കിലേക്ക് വരുമ്പോൾ, ഭാരതത്തിലേക്കാണെങ്കിലും ഇപ്പോൾ ചൈനയാണെങ്കിലും ജപ്പാൻ, ഇതിലൂടെ നമ്മുടെ ഈസ്റ്റേൺ ഇതിലേക്ക് വരുന്ന സമയത്ത് കിഴക്കിലേക്ക് വരുമ്പോൾ മതം ഡിഫറൻസാണ്. അവരുദ്ദേശിക്കുന്ന മതമല്ല. അതുകൊണ്ടാണ്, ഈ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അതിശക്തമായ ഡിബേറ്റ് നടന്നു. സെക്യുലർ എന്നുള്ള വാക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അംബേദ്കറും നെഹ്റു ഉൾപ്പെടെയുള്ളവർ അതിനെ തള്ളിക്കളഞ്ഞു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ സെക്യുലറിസം അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന പാശ്ചാത്യ ലോകത്തിൽ നിൽക്കുന്ന സങ്കല്പമല്ല ഭാരതത്തിലെ മതം. രണ്ടും വ്യത്യസ്തമാണ്. ഇവിടുത്തെ മതം എന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യലാണ്. ആർക്കാ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്? ഒരു സമൂഹത്തിനൊന്നിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വ്യക്തിക്കേ പറ്റത്തുള്ളൂ. ആ വ്യക്തി ഏതോ ചില അനുഭൂതികളിൽ എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം, ആ അനുഭവം എന്ന് പറയുന്നത് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വയ്ക്കുന്ന ചില സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്. അതിലൂടെ പോയിക്കഴിഞ്ഞാൽ ഈ ഞാൻ അനുഭവിച്ച അനുഭവത്തിലേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് ഈസ്റ്റേൺ മതം പറയുന്നത്. അവിടെയാണ് ഇതിൻ്റെ സത്യം എന്ന് പറയുന്ന സംഗതി വരുന്നത്. മറിച്ച് പാശ്ചാത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ മനസ്സിലാക്കാത്ത ക്രിസ്തീയ സഭ സൃഷ്ടിച്ച മതസങ്കല്പമാണ്, കോൺഗ്രിഗേഷനാണ്. ഇവിടെ നമ്മൾ വ്യക്തിയെ കാണുമ്പോൾ അവിടെ കോൺഗ്രിഗേഷനാണ് കാണുന്നത്. അതുകൊണ്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ്, ഒരു ഭൗതികശാസ്ത്ര തിയററ്റിക്കൽ ഫിസിസിസ്റ്റായിരുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് പോലും പറയുന്നുണ്ട്, അവസാനം എല്ലാത്തിനെയും കൂട്ടിക്കെട്ടുന്ന ഒരു ഘടകമുണ്ട്, പക്ഷേ അത് ദൈവമാണെന്ന് താൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഉള്ളിൽ പോലും ദൈവമെന്ന് പറയുന്നത് ഏതോ മുകളിലിരിക്കുന്ന ഒരു ശക്തി നിയന്ത്രിക്കപ്പെടുന്നതാണെന്നുള്ള ധാരണയാണ്. അത് ക്രിസ്തീയ സഭ, ക്രിസ്തുവിനെ മനസ്സിലാക്കാത്ത ക്രിസ്തീയ സഭ. ക്രിസ്തുവിൻ്റെ കുഴപ്പമല്ല. ക്രിസ്തുവിൻ്റെ ടീച്ചിങ്സ് ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ, ക്രിസ്തുവിനെ മനസ്സിലാക്കുമ്പോൾ അതും ഈ ഒരു അനുഭവത്തിലേക്കാണ് വരുന്നത്. അത് ഇസ്ലാമിലേക്ക് വരുമ്പോഴും അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ധാരണയില്ലായ്മയാണ്, ഉദാഹരണത്തിന് ക്രിസ്തീയ സഭ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ദൈവസങ്കല്പവും മതസങ്കല്പവുമാണ് CPM-നെ നയിക്കുന്നത്. ഇത് തന്നെയാണ്, ഇതേ സങ്കല്പം തന്നെയാണ് ഗോഡ്സെയും നയിച്ചത്. മനസ്സിലായില്ലേ? അതേസമയത്ത് ഇതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള എക്സ്പീരിയൻഷ്യലായിട്ടുള്ള അനുഭൂതി തലത്തിലുള്ള മതം എന്താണെന്നുള്ളതാണ് ഗാന്ധിജി അനുഭവിച്ചത്.
അതിനെയാണ് ഗോഡ്സെ പേടിച്ചത്. മനസ്സിലായില്ലേ? മൂന്ന് തലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് 200 കോടി രൂപ 10 സർവകലാശാലകളിൽ ട്രാൻസ്ലേഷൻ ലാബ് ഉപയോഗിക്കാനായിട്ട് മാറ്റിവെക്കുമെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇത്തരം കുറേ ലാബുകൾ ഉണ്ടാക്കുകയും കുറേ പാർട്ടി ബന്ധുക്കൾക്കും അവരുടെ കുട്ടികൾക്കുമൊക്കെ ചില തസ്തികകൾ ലഭ്യമാക്കാനുള്ള ഒരു അവസരമാക്കി മാറുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രസംഗിക്കുന്നത് CPM-ൻ്റെ ശാസ്ത്രവും ഹൈന്ദവ വിശ്വാസങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ, അങ്ങനെയാണോ ജനങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇപ്പോൾ അന്ധവിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും CPM ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഉദാഹരണത്തിന് രഞ്ജിത്ത് ഇവിടെ ഫിലിം അക്കാഡമി, ചലച്ചിത്ര അക്കാദമി പ്രസിഡൻ്റായിരുന്ന സമയത്ത് നിലവിളക്ക് കൊളുത്തില്ല, പകരം ആർക്ലൈറ്റ് കത്തിച്ചിട്ടാണ് മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്തത്. പുരോഗമനമായിട്ട് കാണുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് നിലവിളക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നിലവിളക്കിനകത്ത് യാതൊരു വിധമായിട്ടുള്ള അന്ധവിശ്വാസവും ഇല്ല. അതൊരു സിമ്പലാണ്, പ്രായോഗികമായൊരു സിമ്പലാണ്. ഒരേ സമയത്ത് ഈ ഭാരതീയ സംസ്കൃതി എന്താണെന്ന് മുഴുവൻ പറയുകയും അതേ സമയത്ത് ഇരുട്ടത്ത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ വെട്ടം കാണാവുന്ന ഒരു സംഗതിയുമാണ് അതിലുള്ളത്. അതുകൊണ്ടാണ് അത് ട്രഡീഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ട്രഡീഷണൽ ലാമ്പ് എന്ന് പറയുന്നത്? ട്രഡീഷൻ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ പഴയ കാര്യങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് ഇങ്ങനെ പകർത്തി കൊണ്ടുവരുന്നതിനല്ല ട്രഡീഷൻ എന്ന് പറയുന്നത്. മറിച്ച് ഉദാഹരണത്തിന് കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കണം. അത് നമ്മളുടെ പൂർവികരും ചെയ്യുന്നതാണ്, നമ്മളും ചെയ്യുന്നതാണ്. കാര്യം എന്താ വെച്ചാൽ കയ്യിൽ അഴുക്ക് പോവും, അണുക്കൾ ഭക്ഷണത്തിൽ കയറത്തില്ല. അതൊരു ട്രഡീഷനാണ്. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കണം, അത് നമ്മളെല്ലാവരും ചെയ്യുന്നില്ലേ? അതെ. അപ്പോൾ ഇത്തരത്തിലുള്ള വർത്തമാനകാല ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന അവസ്ഥയിലേക്കുള്ളതിനെ ഭൂതകാലത്തിൽ നിന്നെടുക്കുന്നതിനെ ട്രഡീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഇപ്പോഴത്തെ ഏറ്റവും ഒഴിവിൽ എത്തി നിൽക്കുന്ന കണ്ടുപിടുത്തങ്ങളെടുത്ത് ആലോചിച്ച് നോക്കുക. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആയിക്കോട്ടെ, അങ്ങ് ശിലായുഗത്തിൽ ആദ്യ മനുഷ്യൻ തുടങ്ങിയ കണ്ടുപിടുത്തത്തിന് തുടർച്ചയാണത്, മാറി നിൽക്കുന്നില്ല സാധനം. അപ്പോൾ ഈ രീതിയിലാണ് ട്രഡീഷനെ കാണേണ്ടത്. അപ്പോൾ പാരമ്പര്യവാദികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഒരുപാട് സംഗതികൾ ഈ CPM കേരളത്തിൻ്റെ മനുഷ്യൻ്റെ മനസ്സുകളെയും ധാരണകളെയും മലീമസമാക്കിയിട്ടുണ്ട്. ആ അന്ധവിശ്വാസത്തിൽ നിന്നാണ് ഇന്ന് കേരളം ശരിക്കും രക്ഷപ്പെടേണ്ടത്. ഉദാഹരണത്തിന് ഈ പ്രാവശ്യത്തെ അവാർഡ് സോമനാഥനാണ്, ISRO മുൻ ചെയർമാൻ, കേരള ശാസ്ത്ര. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ അടുത്ത കാലത്ത് ഞാൻ വായിച്ചു. ഗംഭീരമായൊരു സാധനമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമുക്ക് ക്ലൈമറ്റിനെ നിയന്ത്രിക്കാം, സാറ്റലൈറ്റുകളെ അയക്കാം, ഇതെല്ലാം ചെയ്യാം, പക്ഷേ മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ചില ഘടകങ്ങൾ പ്രകൃതിയിലുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്താൽ പോലും മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഘടകങ്ങൾ പ്രകൃതിയിലുണ്ട്. ഒരു ഏറ്റവും വലിയ ഈ പറഞ്ഞ ശാസ്ത്രങ്ങളൊക്കെ പരീക്ഷണം നടത്തി നമ്മുടെ മുമ്പിൽ കാണിച്ചെന്നൊരു ശാസ്ത്രജ്ഞനാണ് പറയുന്ന സാധനം. അതിൻ്റെ കാരണം എന്താ? പ്രകൃതിയുടെ പിന്നിലൊരു ശാസ്ത്രമുണ്ട്. അതാണ് ആത്യന്തികമായൊരു സത്യം എന്ന് പറയുന്ന സാധനം. ആ സത്യം അവിടെ ഉള്ളിടത്തോളം കാലം ഇത് മാറിക്കൊണ്ടിരിക്കും. ഇത് മാറ്റത്തിൻ്റെ ലോകത്തിൽ എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് സോമനാഥ് സൂചിപ്പിച്ച സാധനം. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ശേഷി ഭരണാധികാരികൾ കൊണ്ടാവണം. അങ്ങനെ വരുമ്പോഴാണ് ഈ ശാസ്ത്ര കോൺഗ്രസ്സിലൊക്കെ വന്നിട്ട് വെറുതെ എല്ലായിടത്തും പറയുന്ന രാഷ്ട്രീയം വന്നിട്ട് അന്ധവിശ്വാസത്തെ മാറ്റി ശാസ്ത്രത്തെ സ്ഥാപിക്കണം. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് അല്ലെങ്കിൽ 8 വർഷമായിട്ട് ഇദ്ദേഹം വന്നതിന് ശേഷം ഈ ശാസ്ത്ര കോൺഗ്രസ് മുന്നോട്ട് വെച്ച എന്തെങ്കിലും ഒരു സംഗതി കേരളീയ ജനതയുടെ മുമ്പിലോ അല്ലെങ്കിൽ താങ്കളുടെ മുമ്പിലോ എൻ്റെ മുമ്പിലോ ഉണ്ടോ? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഫോക്കസിലേക്ക് അതിനെ ഉയർത്താൻ കഴിയുന്നില്ല. CPM അപ്പോൾ ഇനി വിളക്ക് കത്തിക്കത്തില്ലായിരിക്കും. CPM ഒക്കെ ഇനി വിളക്ക് കത്തിക്കും. കാരണം കാരണം ഇപ്പം തിരുവാതിര ഏറ്റെടുത്തു. അതെ. ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, ക്രൈസ്റ്റ്, പിന്നെ സ്വാമി വിവേകാനന്ദൻ ഇതെല്ലാം ഏറ്റെടുത്തു. ഇനി സ്വാഭാവികമായിട്ട് വിളക്കം കത്തിക്കും. അമ്പലക്കമ്പറ്റികളിലേക്ക് കയറണമെന്ന് പറയുന്നില്ല. അപ്പോൾ ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്ന് പറയുന്നതും കമ്മ്യൂണിസമാണ്. ഇപ്പം കേരളത്തിൽ പ്രത്യേകിച്ച് CPM ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ്. കാരണം ഈ ഒരു ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ പോലും അവർക്ക് അറിയാൻ കഴിയുന്നില്ല. വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്കാണ് വിശ്വാസം എന്ന് പറയുന്നത്. എനിക്ക് താങ്കളും ഞാനും തമ്മിലിരിക്കുന്ന ദൂരം 2 അടി അല്ലെങ്കിൽ 3 അടിയാണ് എന്നുള്ളത് നമ്മളുടെ അറിവാണ്. അതെ. ഈ അറിവുള്ളിടത്തോളം കാലം നമുക്ക് ഈ 3 അടി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ലേ? എവിടെ വിശ്വാസം വരുന്നോ അവിടെ അന്വേഷണം അവസാനിക്കുന്നു.
ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അവിടെ അന്വേഷണം അവസാനിക്കുന്നു. ഭൂമി പരന്നതാകാൻ വഴിയില്ല. അവിടെയാണല്ലോ ഈ നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതികത വികസനം അവിടെയാണല്ലോ. അറിയില്ല എന്നുള്ള അറിവിൽ നിന്നാണ് പിന്നെ അന്വേഷണം ആരംഭിക്കുന്നത്. വിശ്വാസം വന്ന അറിവ് അവിടെ അവസാനിക്കുന്നു. CPM-കാർക്കും CPM മലയാളികൾക്ക് പൊതുവെയും സംഭവിച്ചിരിക്കുന്ന വലിയ അപചയം അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.